പല മെറ്റീരിയൽസിലെ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ദിയ, ഒന്ന് അഹാന, ഇഷാനി, ഹൻസിക, അങ്ങനെ നമ്മുടെ 4 പേരുടെ പേരിലാണ് വരുന്നത്. അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറിയാണ്. ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്ക് ലൈക്ക് കളക്ഷൻസ് ആണ്. ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി ആണ്. ഹൻസിക എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസൈനർ പീസുകളാണ്, എക്സ്ക്ലൂസീവ്. ഹായ് ഗൈസ്, നമസ്കാരം. ആദ്യം തന്നെ ഇഗ്നോർ മൈ ടയേർഡ് ഫേസ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇങ്ങനെ വൈറലായിക്കൊണ്ട് നിൽക്കുന്ന സമയം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി ഞാനൊരു ടയേർഡ് ഫേസിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഫൈനലി ദിയ കൃഷ്ണയുടെ ഒരു ഷോപ്പ് ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ദിയ കൃഷ്ണ അല്ലെങ്കിൽ അഹാന സിസ്റ്റേഴ്സ്, അഹാന, ദിയ, ഇഷാനി, ഹൻസു, സിന്ധു, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഈ ഫാമിലീനെ ആക്ടിങ് ഫീൽഡിലുപരി യൂട്യൂബ് വ്ളോഗിങ് വഴിയാണ് നമ്മളെല്ലാവരും കുറച്ചും കൂടെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് അറിയുന്നത്. അതിൽ തന്നെ ദിയ കൃഷ്ണയുടെ ഒരു ഫേമാണ് OBYOC എന്ന് പറയുന്നത്. അത് കറൻ്റ്ലി വലിയൊരു സാമ്പത്തിക തട്ടിപ്പിനിരയായി ഒരു 10-69 ലക്ഷം രൂപയോളം അവിടുത്തെ വർക്ക് ചെയ്യുന്ന 2 സ്റ്റാഫുമാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കറൻ്റ്ലി ഓഫ്ലൈനായിട്ടൊരു സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒക്കെ കംപ്ലീറ്റ് തുറന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടു. അത് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെതായ കുറച്ച് അഭിപ്രായങ്ങൾ പറയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ അഫ്കോഴ്സ് എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട്, എന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും കൊണ്ട് നമുക്ക് ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ബ്ലെസ്ഡ് ടു സ്റ്റേ ഹിയർ. അതിന് മുമ്പ് ആദ്യം ഒരു നന്ദി പറയുന്നത് അന്ന് സത്യമാണ്, സീരിയസ്ലി സത്യമാണ്. കാരണം ഇവർ ഇത്രത്തോളം ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഫേം തുടങ്ങിയ ആളാണ് ആരെന്ന് പറയുന്നത് ദിയയുടെ കല്യാണം വരെ എല്ലാ ചടങ്ങും കാര്യങ്ങളും ഫുൾ അവരാ ചെയ്ത്. ഫിനാൻഷ്യലി അത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഫെയിം എല്ലാം ഒരു സൈഡിലുണ്ടെങ്കിൽ അതിലുപരി അവരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അങ്ങനെ ഒരു ഫേമിൽ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു ടൈമിൽ ഫുൾ എഫോർട്ടോടു കൂടി ആ ഫേം മുഴുവൻ കുറച്ച് ആൾക്കാർക്ക് നോക്കാൻ കൊടുക്കുന്നു. ഒരു സാധാരണ പെൺകുട്ടികൾ, അവർ ദിയ അറിയാണ്ട് ഇത്രയും ലക്ഷം രൂപ അടിച്ചു മാറ്റി അതിൽ നിന്ന് പോലീസ് കേസും മീഡിയ കേസും അല്ലാണ്ട് ഇവർക്കും ഇവരുടെ കുടുംബത്തിനും എഗെയിൻസ്റ്റ് വരാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും പേരുകളും നാണക്കേടുകളും ഒക്കെ വന്നെങ്കിലും അതൊക്കെ കവറപ്പ് ചെയ്ത് സത്യം തെളിഞ്ഞ് സ്വന്തമായിട്ടൊരു സ്റ്റോർ ഇടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം ചെറിയൊരു വിഷയമുണ്ടായ സമയത്തും പൂർണ്ണമായ പിന്തുണ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടായി. അതിന് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. കാരണം വെച്ചാൽ അന്ന് ആ പ്രശ്നം തരണം ചെയ്യാൻ എല്ലാ ജനവിഭാഗത്തിനോട് അതിൽ മീഡിയയുടെ വലിയൊരു സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരു വിഭാഗം നമുക്കെതിരെ തിരിഞ്ഞപ്പോഴും ബഹുഭൂരിപക്ഷം നമുക്കായി സംസാരിച്ചു. അപ്പോൾ ആ പ്രശ്നം തരണം ചെയ്യാൻ അന്ന് നിങ്ങളുടെ സഹായം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു പുതിയ ഷോറൂം മകള് ദിയ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ദിയ അച്ഛനുമുണ്ട്. അപ്പോൾ ഇവർക്ക് തുടർന്നും ഉള്ള എല്ലാവിധ പിന്തുണയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊക്കെ ഈ വീഡിയോ ഇട്ടത് കൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്? അല്ലെങ്കിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്, മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ഈവൻ ഓൺലൈൻ മീഡിയക്കാരും മീഡിയ ചെയ്യുന്ന പ്രവർത്തനവും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും പല വിഷയങ്ങളും എടുത്ത് സംസാരിക്കുമ്പം കുറേ ആൾക്കാരുടെ സൈഡിലെ സത്യങ്ങൾ തെളിയിക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ പുറത്തോട്ട് കൺവേ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രത്തോളം എഫേർട്ടും കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതിന് ഒരു ചെറിയൊരു ഏർണിംഗ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ദിയ കൃഷ്ണയുടെ ഫാമിലി തന്നെ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു ഫാമിലി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും അവർ ഓപ്പോസിറ്റിലെ വ്യക്തിനെ ഒരുപാട് എന്താ പറയുക, ഒരു ടാങ്കിങ് ചെയ്യുന്ന രീതിയിലാണ് അവർ ഏത് കാര്യമാണെങ്കിലും ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു വിഷയം ഉണ്ടായിരുന്ന സമയത്തും മീഡിയയുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് അവരുടെ ഒരു പുതിയ ഓപ്പണിങ്ങിനും മീഡിയേൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ചെയ്യാണ്. സോ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട വലിയൊരു സാധനമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നന്ദി പറയുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ മൈൻഡിൽ തരുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു മുൻകൂർ നന്ദി പറയുന്നു നിങ്ങൾ തരാൻ പോകുന്ന സഹായ സഹകരണത്തിന്. ഇത്രയും പേരോട് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ക്ലോത്തിങ് ബ്രാൻഡ് അങ്ങനെ തുടങ്ങണം എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് അകത്ത് സാരി ഉണ്ട്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല മെറ്റീരിയൽസിന്റെ സാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ദിയയിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ബാക്കിയുള്ള ഇപ്പൊ അഹാന അല്ലെങ്കിൽ ഇഷാനി അല്ലെ ഹൻസു, ഇവരെ മോശമായി പറയല്ല, ഇവർ മൂന്നാളും കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ട്
ഭയങ്കര പ്രൈസ് കൂടിയ ഐറ്റംസ് ഒക്കെയാണ് ഇവർ കൂടുതലും വാങ്ങുക, യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിലും ആ രീതിയിലാണ് ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളത്. ഇവർ മൂന്നാളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ദിയ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് സാധനങ്ങളും യൂസ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പെൻസ് ഇല്ലാത്തതും യൂസ് ചെയ്യും. വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസിലും കയറും, എന്നാൽ റോഡ് സൈഡിൽ നിന്ന് കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ എക്സ്പെൻസീവ് സാധനങ്ങൾ മാത്രമല്ല, എക്സ്പെൻസീവ് അല്ലാത്ത എല്ലാ മനുഷ്യന്മാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും ആ ഷോപ്പിൽ കൂടെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ആശയം ദിയയുടെ ഓൺലൈൻ സ്റ്റോർ തൊട്ടിട്ട് ഈ സ്റ്റോർ വരെ നല്ല മനോഹരമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഈവൻ പ്രൈസ് കുറഞ്ഞ ആൾക്ക് 500 തൊട്ട് 2000 വരെയും, പ്രൈസ് കൂടിയ ആൾക്കാർക്ക് 5000-ന് മുകളിലോട്ടുള്ള പ്രൊഡക്റ്റ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ നമ്മൾ ഇൻഫ്ലുവൻസർ ടാഗിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഷോപ്പിൽ നിന്നൊക്കെ വളരെ നമുക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അവർ സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഓരോ കാറ്റഗറീസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ദിയ, അഹാന, ഇഷാനി, ഹൻസിക, അങ്ങനെ നമ്മുടെ 4 പേരുടെ പേരിലാണ് വരുന്നത്. അഹാന എന്ന് പറയുമ്പോൾ സാരിയുടെ കാറ്റഗറിയാണ്. ദിയ എന്ന് പറയുമ്പോൾ ഡയമണ്ട് ലുക്ക് കളക്ഷൻസ് ആണ്. ഇഷാനി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ ജ്വല്ലറി ആണ്. ഹൻസിക എന്ന് പറയുമ്പോൾ ഫുള്ളി ഡിസൈനർ പീസുകളാണ്, എക്സ്ക്ലൂസീവ് പീസുകളാണ്. ഒരാളുടെ മനസ്സിൽ പോലും പോകാത്ത ഒരു സാധനം ദിയ ഇവിടെ കൊണ്ടുവന്നു. അവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ 4 സെറ്റ് ഓഫ് സാധനം. അഹാന ഇസ് ഈക്വൽ ടു സാരി. അതിൽ പ്രൈസ് കുറഞ്ഞതും ഉണ്ട്, പ്രൈസ് കൂടിയതും ഉണ്ട്. ദിയയ്ക്ക് ദിയേൻ്റെതായിട്ടുള്ളൊരു കളക്ഷൻ, ഇഷാനിക്ക് സൗത്ത് ഇന്ത്യൻ കളക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ അൻസൂന് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെയർ ടു റെയർ കളക്ഷൻ. ഒരിക്കലും തിങ്ക് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് അല്ല അവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ. അതാ പറയുന്നത്, ഈ ഒരു സാധനത്തിന് അത്രത്തോളം എഫോർട്ട് ദിയ എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇൻറ്റീരിയർ തൊട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സ്റ്റാഫുമാർക്കുള്ള കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭയങ്കര എഫോർട്ട് എടുത്തിട്ട് ടൈം എടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തത്. അപ്പോൾ അത്രത്തോളം എഫോർട്ട് അതിൽ കൊടുക്കുമ്പോൾ എന്തായാലും ഈ ഒരു പെർട്ടിക്കുലർ ഫേം എന്ന് പറയുന്നത് അതിൻ്റെ സക്സസ് ലെവലിലോട്ട് തന്നെ എന്തായാലും എത്തും. അതെ, അപ്പൊ ഇങ്ങനെ 4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് ടൈപ്പ് നോക്കി വരുന്നവർക്കായാലും ഗെറ്റ് ഇറ്റ് ഹിയർ. ആ ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഐ എം ഹോപ്പിംഗ് ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. ആൻഡ് നമ്മുടെ പഴയ കസ്റ്റമേഴ്സ്, ഓഫ്കോഴ്സ് ലോയൽ കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ട്. ഐ എം എക്സ്പെക്ടിങ് എ ലോട്ട് ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് ആസ് വെൽ ഇവിടെ. അല്ല, ഞാൻ പറഞ്ഞൊരു തിരുത്തം, ഞാൻ ഓസി അശ്വിനും കൂടി തുടങ്ങിയതാണ്. ഓസിയും അശ്വിനും ഓമിയും കൂടി ഉണ്ട്. ഓമിയുണ്ട്. അത് പറയാൻ വിട്ടു. അതെ. അശ്വിന്റെ ഹെൽപ്പ് കൊണ്ടാണ് സത്യം പറഞ്ഞ ഇവിടെ ഒരുപാട് എന്റെ വെബ്സൈറ്റിലെ കാര്യമായാലും നമ്മൾ ഏത് വീഡിയോ കാണുമ്പോഴും എല്ലാവരും ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അശ്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും എക്സ്ട്രോവേർട്ട് ആവണം എന്നില്ല. ചില ആൾക്കാർ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, ചില ആൾക്കാർ ഭയങ്കര ആംബിവേർട്ട് ആയിരിക്കും. എന്ന് വെച്ച് അവർ വെറും മൊണ്ണനാണ് അല്ലെങ്കിൽ ഈ സാരിത്തുമ്പിൽ നടക്കുന്ന ഒരാളാണ് എന്നൊന്നും വേണ്ട. ചിലപ്പോൾ പുള്ളിക്കാരൻ അവരുടെ ഫാമിലി ഫുള്ളൊരു മീഡിയ ലൈഫിലുള്ള ഒരാളാണ്. ഇതിൽ മീഡിയ ലൈഫ് ഒന്നുമില്ലാത്ത വളരെ ഒരു തമിഴ് ബ്രാഹ്മണായിട്ടുള്ള ഒരു വ്യക്തി അവിടേക്ക് പോകുമ്പം പുള്ളി ഒരു ഇൻട്രോവേർട്ടും കൂടെ ആയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സോഷ്യലി അത്ര സംസാരിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. പുള്ളി സൈലൻ്റായി തന്നെ പോകും. പക്ഷേ ഈ പെർട്ടിക്കുലർ വ്യക്തി ആളുടെ എഫോർട്ട് ഈ ഒരു ഷോപ്പിൽ കാണിക്കുന്നത് വളരെ വലുതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൾ ഈ ഷോപ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ, ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, ദിയയുടെ ഫേസുള്ളൊരു ഫ്ലെക്സ് അവിടെ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ ആളുടെ ഇനീഷ്യേറ്റീവാണ്. ഈവൻ വെബ്സൈറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ആൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിയനെ സംബന്ധിച്ച് അശ്വിൻ എന്ന് പറയുന്നത് മേ ബി ഒരു അടിപൊളി പാർട്ട്ണർ ആയിരിക്കും. അത് ദിയേൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ദിയേൻ്റെ ആഗ്രഹങ്ങളും ദിയ വിഷ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ദിയേൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദിയയുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പാർട്ട്ണറുമാണ്. എല്ലാം ഒരുപാട് കാര്യങ്ങൾ അശ്വിന്റെ സപ്പോർട്ട് കാരണം ഇന്ന് ഈ ഒരു ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇതിവിടെ ലോഞ്ച് ചെയ്യാൻ പറ്റിയത്. സോ അശ്വിന്റെ താങ്ക്സ് എനിക്ക് പറയാം. അതിന് അശ്വിന്റെ അച്ഛനും അവർ പഠിപ്പിച്ച് അതെ, അവരോടാണ് ഫസ്റ്റ് താങ്ക് യു. ഇനി അങ്ങനെ ഒരു സ്കാം നടക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ? ഓഫ്കോഴ്സ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പുതിയ സ്റ്റാഫുകൾ എല്ലാവരും വെൽ ട്രെയിൻഡ് ആണ്. പിന്നെ അച്ഛന്റെ ഓഫീസിൽ അച്ഛനും സന്തോഷങ്ങൾ, അച്ഛന്റെ ഫ്രണ്ട് സന്തോഷങ്ങളും കൂടെ ചേർന്നാണ് ഇവരെല്ലാവരും റിക്രൂട്ട് ചെയ്തത്. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് അവരുടെ എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത്തവണ വെരി വെൽ പ്രിപ്പയർഡ്. ഓഫ് കോഴ്സ് പ്രിപ്പയർഡ് ആയേ പറ്റൂ. കാരണം ഇപ്പോൾ സ്ഥാപനത്തിൻ്റെ ഔട്ട്ലുക്കും മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കസ്റ്റമേഴ്സ് കൂടാനുള്ള ചാൻസ് മാത്രമേ ഈ ഒരു ഫേമിനുള്ളൂ. അപ്പോൾ 69 ആണെങ്കിൽ അതിനുപരി അടിച്ചു മാറ്റാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ അവരെന്തായാലും കെയർ ചെയ്യും. ഈവൻ ഓഡിറ്റിംഗ് ആണെങ്കിലും മന്ത്ലി വന്ന് നോക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഫുൾ ടൈം CCTV ആണെങ്കിലും CCTVയുടെ ആക്സസ് ആണെങ്കിലും ഡെയിലി സ്റ്റോക്ക് നോക്കലാണെങ്കിലും കളക്ഷൻ നോക്കലാണെങ്കിലും അങ്ങനെ ഇതിപ്പോൾ ഒരു ഫേം വലുതാവുന്നതിനനുസരിച്ച് സ്റ്റാഫുമാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു കെയർ കൊടുക്കണം. നമ്മളുടെ സ്ഥാപനത്തിന് നമ്മൾ വേണ്ട കെയറും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും പ്രോപ്പറായിട്ട് പോകില്ല.
ഇനി 100 സ്റ്റാഫ് ഉണ്ടെങ്കിലും 200 സ്റ്റാഫ് ഉണ്ടെങ്കിലും എത്ര ട്രസ്റ്റ് വേർത്തി ആയിട്ടുള്ള സ്റ്റാഫാണെങ്കിലും നമ്മളുടെ ഒരു സൈഡുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, നമുക്ക് മാത്രമേ ആ ഒരു സാധനം ഉണ്ടാവും. അപ്പം എന്തായാലും ഇനി അങ്ങനെ ഒരു അബദ്ധം ആളുടെ സൈഡിൽ നിന്ന് വരില്ല എന്നുള്ളത് ഇപ്പോൾ കുറേ കാര്യങ്ങളിൽ കൂടെ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പാഠം പഠിച്ചിട്ടുമുണ്ട്. ഒരാൾ കക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇപ്പോഴെന്നല്ല. അപ്പൊ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ഒരു എറ്റേണൽ വിജിലൻസ് പറയും, എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. പക്ഷെ ലോകത്ത് നമ്മൾ കാണാറില്ലേ ഒരു പുതിയ അത്രയേ ഉള്ളൂ. ഇനി എന്തൊക്കെ സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും CCTV വെച്ചിട്ടുണ്ടെങ്കിലും എടുക്കണം എന്നുള്ളവൻ എന്ത് ചെയ്യും, എടുക്കുകയും ചെയ്യും, പോവുകയും ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ വിജിലൻ്റ് ആവുക, അത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക, അത്രയേ ഉള്ളൂ. ഏതോ ഒരു വ്ളോഗിൽ ഞാൻ പറയുന്നത് കേട്ടിരുന്നു, ഓമിക്കൊക്കെ വേണ്ടിയിട്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ടൈം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി. ഇത് ഓബയോസിയുടെ ഓപ്പണിംഗ് ആണ്. അപ്പൊ ഓബയോസിയിൽ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, ഡിഫറെന്റ് ജ്വല്ലറി ആണ്, ഫുൾ എക്സ്ക്ലൂസീവ് ഐറ്റംസ്, ലെഹങ്കയുടെ കൂടി ഇടുന്നത്. ഇഷാനി എന്താ പറയുന്നത്? എന്താ പറയാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ പോലെ ആക്ച്വലി ആദ്യമായിട്ടാണ് കടയിൽ വന്ന് എല്ലാം കാണുന്നത്. ഫോട്ടോസിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട്. ആൻഡ് ഇതിന് ശേഷം ഇഷാനിയുടെ റെസ്പോൺസ് ഉണ്ട്, ഹൻസികയുടെ റെസ്പോൺസ് ഉണ്ട്, സിന്ധു കൃഷ്ണയുടെ റെസ്പോൺസ് ഉണ്ട്. സിന്ധു കൃഷ്ണ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആളുടെ സ്പേസിൽ മാത്രമാണ് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യക്തി. ഇഷാനി ആണെങ്കിലും ചെറിയ റെസ്പോൺസേ ഉള്ളൂ, ഹൻസു ആണെങ്കിലും ചെറിയ റെസ്പോൺസേ ഉള്ളൂ. അഹാന ഓഫ് കോഴ്സ് ആസ് ഓൾവേസ് ആൾ തന്നെയാണ് സ്റ്റാർ, ആൾ തന്നെയാണ് നല്ല അടിപൊളിയായി സംസാരിക്കുന്നത്, ആളാണ് ഈവൻ ആളുടെ സിസ്റ്റേഴ്സിനെ കെയർ ചെയ്യുന്നത്. ഈവൻ എനിക്ക് തോന്നിയിട്ടുണ്ട് അഹാന കാണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് ഉണ്ടാവും എന്ന് എനിക്കല്ല. മേ ബി അഹാന കുറച്ച് ഏജ് വ്യത്യാസമുണ്ട്, അഹാന കുറച്ചും കൂടെ മെച്യൂർഡാണ്. എല്ലാ കേസസിലും അഹാന ഒരു വേറൊരു ലെവലിലാണ്, ആക്ടിങ് ആണെങ്കിലും ഈവൻ എല്ലാത്തിലും. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസസ് ആയിരിക്കും, അതിൻ്റെ ഒരു മെച്യൂരിറ്റി ആൾ ഈ ഒരു സ്ഥലത്തും നല്ല ഭംഗിയിൽ, നല്ല വൃത്തിയിൽ, നല്ല അടിപൊളിയായിട്ട് ആൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പം എത്രയൊക്കെ ആണെങ്കിലും ഇവരുടെ ഷോപ്പ് ബെസ്റ്റ് ആവട്ടെ. വൺസ് ഞാൻ TVM പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് അവരുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം, അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കളക്ഷൻ വാങ്ങണമെന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്കൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നു. സോ അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.